So this is Krishnendu and this is നാസിൽ. ആദ്യം ബ്ലോക്ക് ചെയിൻ, ബിറ്റ്കോയിൻ അതൊക്കെയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ VR AR വന്നു. അതേപോലെ ഒരു ഹൈപ്പ് മാത്രമാണോ AI? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ആക്ച്വലി നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയിൻ എടുത്തു കഴിഞ്ഞാലും VR ARലേക്ക് എടുത്തു കഴിഞ്ഞാലും ലൈക്ക് ഒരു ടെക്നോളജി മെയിൻ സ്ട്രീമിലേക്ക് വരണമെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്. സറൗണ്ടിങ് ആയ എൻവയോൺമെൻറ്റ് മാറും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറ് എല്ലാവരും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കാറിന് റോഡ് വേണം. ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞാലും ടി വി ആയാലും ഫോണായാലും ഇപ്പോൾ ഫോൺ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിൽക്കേണ്ട ഒരാൾ ഫോൺ യൂസ് ചെയ്യണ്ടേ. ലൈക്ക് ഫേസ്ബുക്ക് വരെ 4 കൊല്ലം എടുത്തിട്ടുണ്ട് ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ ലൈക്ക് ബ്ലോക്ക് ചെയിൻ ആയാലും VR അയക്കാനായാലും നമുക്ക് അതിൻ്റെ സറൗണ്ടിങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ പക്ഷേ AI എന്നുള്ളൊരു സംഭവം നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു ആപ്പ് പോലെയാണ്. സോ ഇപ്പോൾ ചാറ്റ് ജി പി ടി ലൈക്ക് AI ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് 3 കാര്യം മെയിൻലി വേണ്ടത്. എന്ത് ആയാലും മെയിൻലി 3 കാര്യം. ഫസ്റ്റ് ആണ് ഡാറ്റാസ്. ലൈക്ക് ചാറ്റ് ജി പി ടി ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഒരു 30 കൊല്ലത്തെ ഡാറ്റാസ് ഓൾറെഡി ഉണ്ട് നമ്മുടെ ഇന്റർനെറ്റിൽ ലൈക്ക് സ്പെൻഡ് ചെയ്തിട്ട് ലൈക്ക് ഓരോരുത്ത കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളെല്ലാം ട്രെയിൻഡ്. രണ്ടാമത്താണ് ഈസ് ഓഫ് ആക്സസ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലൈക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യണമെങ്കിൽ എത്ര സിമ്പിളാണ്. ജസ്റ്റ് ഫോണിൽ തന്നെ എടുത്ത് യൂസ് ചെയ്താൽ മതി. പക്ഷെ VR AR അങ്ങനെയൊന്നുമല്ല. അതിനായിട്ട് തന്നെ ഒരു ഗാഡ്ജറ്റ് എടുക്കണം, ആ ഗാഡ്ജറ്റ് വേറെ ചെയ്യണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ തേർഡിലൊരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമുക്കിപ്പോൾ റീസെൻ്റ് ഉണ്ടാകുന്ന ഹാർഡ്വെയറിൽ ഓരോ ഇന്നോവേഷൻസ്. അതായത് ഇപ്പോൾ ലൈക്ക് കറണ്ട് ടെക്നോളജിയിൽ ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് ലൈക്ക് 100 ടൈംസ് ബെറ്റർ ആണ്. ലൈക്ക് പണ്ട് ആസ്ട്രോണമെന്റ് ലൈക്ക് മുകളിൽ പോയിട്ടില്ല നമ്മളെ മനുഷ്യന്മാർ പോകുമ്പോൾ ടെക്നോളജീൻ്റെ കാട്ടി 100 ടൈംസ് ബെറ്റർ ആണ് നമ്മളെ ലൈക്ക് ഡിവൈസ് എന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ AI ഇസ് നോട്ട് റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇപ്പൊ പറഞ്ഞല്ലോ AI ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഡാറ്റാസ് വെച്ച് ട്രെയിൻ ചെയ്തെടുത്ത സാധനമാണ് AI ഉള്ളത്. അപ്പൊ നമ്മൾ AIയുടെ അടുത്തൊരു എന്തെങ്കിലും ഒരു ഡൗട്ട് വെച്ചാലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസിനെ ബേസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുള്ളൂ. അതിപ്പോ മനുഷ്യന്മാരായാലും അങ്ങനല്ലേ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് AI ഉണ്ടാവും. ലൈക്ക് റീസണിങ് ബേസ്ഡ് ആണ്. Yeah. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ നമുക്ക് റീസണിങ് മോഡൽസ് ഇല്ല. ലൈക്ക് നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി ലൈക്ക് ജെമിനി ഒക്കെ ആണെങ്കിലും എല്ലാം 2 തരം മോഡൽസ് ഉണ്ട്. ഫ്ലാഷ് മോഡൽസ്, പ്രോ മോഡൽസ്. ജെമിനി ആണെങ്കിൽ ചാറ്റ് ജി പി ടി ആണെങ്കിൽ നമുക്ക് 4O മോഡൽസ് ഉണ്ട്, അല്ലാണ്ട് O മോഡൽസ് ഉണ്ട്. അതിലൊന്ന് റീസണിങ് മോഡൽസ് ആണ്. നമുക്കിപ്പോൾ റീസണിങ് ആയിട്ട് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂയിലേക്ക് വന്നു, അവിടെ ഇപ്പോൾ നിങ്ങൾ സാധാ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുമ്പോൾ ചാറ്റ് ജി പി ടി ക്വസ്റ്റ്യൻ തരും. പക്ഷെ നിങ്ങൾ റീസണിങ് മോഡൽസ് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിങ് മോഡൽ ഇങ്ങനെ തിങ്ക് ചെയ്യും, യൂസർ ഇതാണ് പറഞ്ഞത്, ഇപ്പോൾ യൂസറിൻ്റെ നീഡ് ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിൽ വെച്ച് ലൈക്ക് HR ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് വരും. നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ജി പി ടിയിൽ 4 നോക്കിയിട്ട് ഇതാക്കിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് O4 ഉപയോഗിച്ച് കാണാം അവിടെ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം അങ്ങനെ നോക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി റീസണിങ് ആണ്. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഹ്യൂമൻസിന്റെ കാര്യം ഇപ്പോൾ സൈക്കോളജി ബേസ്ഡ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കില്ല വേറൊരാളുടെ ഉണ്ടാവുക. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ റീസൺ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഉണ്ട്, എനിക്ക് ഉറക്കക്കുറവ്, അത് ഇത് നമ്മൾ എല്ലാ പോയേനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് ഇത് തരാൻ പറ്റും? ഐ തിങ്ക് ലൈക്ക് നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അപ്പോൾ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ഓർക്കൊരു മെത്തേഡ് ഉണ്ടാവും, ഒരു SOPs ഉണ്ടാവും. ഇങ്ങനെയാണ് ലൈക്ക് ഒരാൾ വന്നു, അയാൾക്ക് ഇപ്പോൾ ഉറക്ക കുറവാണെങ്കിൽ അവർക്ക് എന്തെല്ലാം സിംറ്റംസ്, അങ്ങനെയല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാവും. ഇതുപോലെയാണ് AIയും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്താണെങ്കിൽ ലൈക്ക് AIക്കുള്ളൊരു കുഴപ്പമാണ് കോണ്ടെക്സ്റ്റ് അവയർനെസ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, സപ്പോസ് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് ഏതാ നല്ല ഹോട്ടൽസ്. ഒബ്വിയസ്ലി ഞാൻ ഒരിക്കലും ലൈക്ക് ഇവിടെ അടുത്തുള്ള മന്തിക്കട ഷവായിക്കട ഒരിക്കലും ഇത് പറയില്ല. കാരണം എന്താ, നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുള്ള കോണ്ടെക്സ്റ്റ് അവയർനെസ് എനിക്കുണ്ട്, അത് ചാറ്റ് ജി പി ടിക്ക് ഇല്ല. അവിടെയാണ് പ്രോംപ്റ്റിംഗ് എന്നുള്ളൊരു സ്കില്ല് അവിടെ എമർജ് ആകുന്നത്. നമ്മൾ ലൈക്ക് അവിടെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് വിത്ത് കോണ്ടെക്സ്റ്റ് അവിടെ പ്രോംപ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഉറക്ക കുറവുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് കോണ്ടെക്സ്റ്റ്, അതായത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്യൂസ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു IT വർക്കറാണ്, ഞാൻ ലൈക്ക് ഇത്രത്തോളം കാര്യത്തിലുണ്ട്, ഞാനൊരു ദിവസം ഇത്ര സ്പെൻഡ് ചെയ്യലുണ്ട്, എക്സസൈസ് ചെയ്യാറില്ല, അങ്ങനെ പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കറക്റ്റായ ആൻസേഴ്സ് കിട്ടും. പക്ഷെ ഒരിക്കലും മെഡിക്കലി അത് ഇതല്ല, ലൈക്ക് ശരിയല്ല ഒരു AIയോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കൺസൾട്ട് ചെയ്യുന്ന അവിടെ ബെറ്റർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോൾ സംസാരിക്കുക ലൈക്ക് ചില കാര്യം ഡോക്യുമെന്റഡ് അല്ല. ഇപ്പം ഞാനൊരു ലൈക്ക് ഞാനിപ്പോൾ ലിങ്ക്ഡൻ ഒരു ഗോസ്റ്റ് റൈറ്റർ എന്ന് വിചാരിക്കും, എനിക്ക് നല്ലോണം ഒരു ലിങ്ക്ഡൻ പോസ്റ്റ് ചെയ്തെന്ന് അറിയാം.
പക്ഷെ അതൊരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. എൻ്റെ ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ബിൽഡ് ചെയ്ത സംഭവങ്ങളായിരിക്കും. ഉം. ഇപ്പോൾ ഒരു പോസ്റ്റ് ആണെങ്കിൽ ഒരു ഹ്യൂമന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നല്ല എനിക്കറിയാം. ഉം. അപ്പൊ ഈ സാധനത്തിനാണ് ലൈക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും ലൈക്ക് ChatGPTസിനൊന്നും കിട്ടില്ല ഇങ്ങനത്തെ മോഡൽസ്. ഉം. ഈ ഒരു സൊല്യൂഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ലൈക്ക് ChatGPT GPTs എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്, ഒരു ഫീച്ചർ ഉണ്ട്. ഉം. ലൈക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു GPTs ഉണ്ടാക്കാം. ChatGPTന്റെ ലൈക്ക് നോളജ് പവറും നമ്മൾ എക്സ്പീരിയൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടില്ലേ നമുക്ക് ലൈക്ക് അങ്ങനത്തെ മോഡൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ സൊല്യൂഷൻസ് ടാക്കിൾ ചെയ്യും. ഉം. കാരണം നമ്മളെ എക്സ്പീരിയൻസും ChatGPTന്റെ നോളജും രണ്ടും വാസ്റ്റ് ആണെങ്കിൽ ലൈക്ക് നമുക്ക് എത്രത്തോളം ഹയർ ആയിട്ട് എഫിഷ്യൻറ്റും ചെയ്യാം. പിന്നെ ഇപ്പോൾ ChatGPT യൂസ് ചെയ്യുമ്പോൾ കോണ്ടന്റുകളെല്ലാം ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വേൾഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലത് GPT കോണ്ടന്റ് അല്ലെന്ന് അവർ ചോദിക്കും. ഇങ്ങനെ ഒരേപോലത്തെ കോണ്ടന്റ് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടോ? ഒബ്വിയസ്ലി ലൈക്ക് നമ്മൾ നോക്കിയാൽ ഇപ്പം ഒരു കോണ്ടന്റ് റൈറ്റർ, ഫസ്റ്റ് കോണ്ടന്റ് റൈറ്റർ എന്താ ചെയ്യുക, ഇപ്പോഴത്തെ നിലവിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കോണ്ടന്റ് റൈറ്റർ അല്ല, ഇപ്പം എല്ലാതൊരു ആളാണെങ്കിൽ ഫസ്റ്റ് AI ഉപയോഗിച്ച് ചെയ്യും. ഇങ്ങനെ ഈ ചെയ്യുന്ന ആൾക്കാർ കൂടി ലൈക്ക് കോണ്ടന്റ് എഴുതാത്ത ഒരാളും പോലും AI ഒരു കോണ്ടന്റ് ആയിട്ട് ലിങ്ക്ഡിനിൽ പോസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്റിന്റെ ലൈക്ക് കാണുന്നതിന്റെ ഇത് ഫ്രീക്വൻസി കൂടി. നമ്മൾ അങ്ങനത്തെ പോസ്റ്റ് കണ്ട് നമുക്ക് മനസ്സിലായി ജനറേറ്റീവ് പോസ്റ്റ് എങ്ങനെയാണ്. ഈ സംഭവം ക്രാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ലൈക്ക് നമ്മളെ ലൈക്ക് ഇങ്ങനെ ചെയ്യലില്ല. നമ്മളൊരു പോസ്റ്റിന്റെ ഇത് കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് അതൊന്ന് പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ChatGPT പറഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ഇഷ്യൂ സോൾവ് ആയി. ഇപ്പോ AI ഹൈപ്പ് അല്ല, അത് റിയൽ ആന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മളെ AIക്ക് റീപ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ആക്ച്വലി എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് നമ്മൾ ഇത്ര കാലം നമ്മൾ അറിയില്ലേ UI UX, യൂസർ ഇന്റർഫിയറൻസ്, യൂസർ എക്സ്പീരിയൻസ്. അതുപോലെ ലൈക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സംഭവമാണ് AX എന്ന് പറഞ്ഞിട്ട് സംഭവം വരും. ലൈക്ക് AX അല്ലെങ്കിൽ AI സംഭവം എന്ന് വെച്ചാൽ AIക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അടുത്ത് ChatGPT ഒരു സംഭവം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായി, AI ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. ലിറ്ററലി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നൈക്കിന്റെ ഒരു ഷൂ മേടിക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾ അതിൻ്റെ പറയും മോഡൽ നമ്പർ ഇങ്ങനെ സൈസ്. അപ്പൊ സ്വന്തമായിട്ട് തന്നെ ബ്രൗസറിൽ പോയി നിങ്ങൾ ആമസോണിൽ പോയി ആമസോണിൽ ലിസ്റ്റ് ചെയ്ത ഷൂ നോക്കി, നിങ്ങൾ പറഞ്ഞ മോഡലാണോ, ഓക്കെ പ്രൈസ് നോക്കി, അടുത്ത സൈറ്റിൽ പോയി പ്രൈസ് നോക്കി, അങ്ങനെ ഒരു 2-3 സൈറ്റ് നോക്കി പ്രൈസ് നോക്കിയിട്ട് അതിലേതാണോ ചീപ്പ് അത് മേടിച്ചിട്ട് ലൈക്ക് അത് ചെക്കൗട്ട് ചെയ്യും. ഇതിപ്പോ ഇറങ്ങിയ സമയം ഐ തിങ്ക് 1 or 2 വീക്ക് ആയിട്ട് ഇറങ്ങിയിട്ട്. പക്ഷെ ഇറങ്ങിയ സമയത്തും ലൈക്ക് അവിടെ കുറച്ച് എറർ ഉണ്ടായി. ലൈക്ക് ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ മെനുവില് സൈസ് ശരിക്കും എക്സാക്ട് ആയിട്ട് ചിലപ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. വെബ്സൈറ്റിന് UX ആണ്, UX ഫ്രണ്ട്ലി ആണ്, അതായത് യൂസറിന് കാണുന്ന രീതിയിലാണ്, AIക്ക് ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പൊ അവിടെ ഇഷ്യൂ ഉണ്ടായി പോലും സക്സസ്ഫുള്ളി ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഫ്യൂച്ചറിൽ വരുന്ന സംഭവമാണ് UX. സോ ഐ തിങ്ക് ഒബ്വിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ബേസിക്കലി പറ്റും. കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് പറ്റിയൊരു ലൈക്ക് വാട്ട് വി സേ ദിസ് സംതിങ് ന്യൂ. ഇതൊരു ഇന്റലിജന്റ് ബീയിങ് ആണ്. അത് ഇത്ര കാലം നമ്മൾ ലൈക്ക് നമുക്കിപ്പോൾ ഫയർ കണ്ടുപിടിച്ച പോലെയാണ് നമ്മളിപ്പോൾ AI കണ്ടുപിടിച്ചത്. ലൈക്ക് ഫയർ വെച്ചിട്ട് നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഫയർ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നമുക്ക് തുടങ്ങുന്നത് ഒരു വലിയൊരു സെറ്റ് ഓഫ് പോസിബിലിറ്റീസ് ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചപ്പോൾ നമ്മൾ ലൈക്ക് കാറായി, ബൈക്കായി, ലൈറ്റ്. ഇപ്പൊ ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഇപ്പോൾ ഒരു മോട്ടറാണെന്ന് വിചാരിച്ചു നോക്കാം, സൗണ്ട് ഇഷ്യൂസ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് അല്ലേ, ഇതെല്ലാം മാറി ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ AI എന്നുള്ളത് വലിയൊരു GPTs ആണ്. അതിലേക്ക് ലൈക്ക് പോസിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ജോലി ലൈക്ക് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കെല്ലാം ലൈക്ക് AI കൊണ്ടുപോകാൻ പറ്റും. ലുക്കിംഗ് ഫോർവേഡ് ആയ ചിലപ്പോൾ നമ്മളവിടെ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കണം ഇതാണ്ട. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാഹചര്യത്തിൽ നല്ല ടീം ലീഡ് ആകാൻ അല്ലെങ്കിൽ ബോസ് ആൻഡ് CEO ആവാൻ വേണ്ടി നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്റെ വിഷനും മിഷനും ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ട് മനസ്സിലാക്കണം. ഇതുപോലുള്ളൊരു സ്കില്ലാണ് എന്ത് പ്രോംപ്റ്റിംഗ്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഔട്ട്പുട്ടും ഞാൻ എന്താക്കണം, എൻ്റെ മെഷീനിനോട് ഞാൻ എക്സാക്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്ദു ഉപയോഗിക്കുന്ന ടൂൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ ഒരേതായിരിക്കും, ChatGPT ആയിരിക്കും. പക്ഷെ അവിടെ ആകെ മാറ്റം വരുന്നത് എന്തായിരിക്കും, യെസ് ഇൻപുട്ടിലായിരിക്കും. ഞാൻ എന്താ പ്രോംപ്റ്റ് കൊടുക്കുന്നില്ല മാത്രമായിരിക്കും. കാരണം ChatGPT ട്രെയിൻ ചെയ്ത് ഒരേ സാധനത്തിലാണ്. അപ്പൊ അവിടെ ഒരു പ്ലേയിങ് ഫീൽഡ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ജമ്പ് കിട്ടണമെങ്കിൽ എന്താക്കണം, പ്രോംപ്റ്റ് ചെയ്യണം. സോ പ്രോംപ്റ്റിങ്ങും ലൈക്ക് ഫ്യൂച്ചറിൽ തന്നെ ഒരു വലിയ സ്കില്ലാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഫെൽറ്റ് ആയെന്നാണ് ഒരു AX എന്നുള്ള ഒരു കരിയർ ആയിട്ട് വരും. ലൈക്ക് AI എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് റീഡിസൈൻ ചെയ്യേണ്ടി വരും. ലൈക്ക് AIക്ക് ഗോ ത്രൂ ആയി പറ്റുന്നുള്ളൂ. ഇപ്പൊ അടുത്ത് തന്നെ ലൈക്ക് SEO JEO ആയിരുന്നു. ഇപ്പൊ അടുത്തായിട്ട് ലൈക്ക് AEO
ലൈക്ക് ആർട്ടിഫിഷ്യൽ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ലൈക്ക് ചാറ്റ് സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലൈക്ക് ചാറ്റ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ വരുന്ന രീതിയിലല്ല ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ വന്ന പോലെ ഒബ്വിയസ്ലി AX എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ AI തന്നെ ബ്രൗസർ യൂസ് ചെയ്യാം. AI ക്യാൻ തിങ്ക് എന്നുള്ള സാധനം പറഞ്ഞല്ലോ. പക്ഷെ റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നില്ലേ, ഇല്യൂഷൻ ഓഫ് തിങ്കിങ് പറഞ്ഞിട്ട്. ആപ്പിളിന്റെ ആ. ഓ അതിനെ പറ്റി ലൈക്ക് അതും ഇതും ഒരു എന്താ പറയാ ഒത്തു പോകുന്നില്ല. ഓക്കെ, ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ എന്താ ലൈക്ക് എല്യൂഷൻ ഓഫ് തിങ്കിങ് എന്നുള്ള റിപ്പോർട്ടിൽ ലൈക്ക് റീസണിങ് മോഡൽസ് ഉണ്ട്. ലൈക്ക് ക്ലോഡിന്റെ മോഡൽസ്, ജെമിനിന്റെ മോഡൽസ്, ChatGPT മോഡൽസ്, ഇങ്ങനത്തെ മോഡൽസിനെല്ലാം ലൈക്ക് ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് എന്ന് വിചാരിക്കും, അതിന് സൊല്യൂഷൻ ഇല്ല, എന്നിട്ട് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞേ, എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല, ശരിക്കും ആരാ അവിടെ ലൈക്ക് എക്സാക്ട്ലി ചോദിച്ചാളുടെ എൻ്റെ കുഴപ്പമല്ലേ? ഇതാണ് സെയിം അവിടെ നടന്നത്. അതിനൊരു ലൈക്ക് ഇമ്പോസിബിൾ ലൈക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തു. ഒബ്വിയസ്ലി അവിടെ മെഷീൻസ് ഫെയിൽ ആവും. ഇതാണ് ഓർ റിസർച്ച് ചെയ്ത രീതി. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലോഡിന്റെ ടീമായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഇല്യൂഷൻ ഓഫ് തിങ്കിങ്. അതിലൊരു എക്സാക്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു റിസർച്ച് വരേണ്ടതും ലൈക്ക് ഓർ ചെയ്ത റിസർച്ചിന് ഹോക്സ് ആണെന്നും പറഞ്ഞിട്ടുള്ള രീതി. റെഡിറ്റിൽ ഞാൻ ഒരു തിയറി കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആപ്പിളിന് സ്വന്തമായിട്ട് ഒരു ഇതില്ല, ഒരു മോഡലോ ലൈക്ക് ഒരു ഡിവൈസിൽ ശരിക്കും ഇൻ്റഗ്രേറ്റഡ് അല്ല. പക്ഷെ ഓരോ ലൈക്ക് പറഞ്ഞിട്ട് രണ്ടോ ഇല്ലാറ്റായി. സാംസങ്ങിന്റെ ഫോണിൽ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. സോ അവർക്ക് സ്വന്തമായിട്ട് ഒരു മോഡൽ ഇല്ലാത്തപ്പോൾ അവർക്ക് ലൈക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏരിയ സെക്ടർ ഡൊമൈന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റിസർച്ച് റിപ്പോർട്ടാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ട് തിയറിയാണ്, റെഡിറ്റിൽ ഉണ്ടായതാണ്. ബേസിക്കലി അതിൻ്റെ ഇതില്ല, അതൊരു സോഴ്സ് വെരിഫൈഡ് അല്ല. നേരത്തെ ഞാൻ ചോദിച്ചിരുന്നല്ലോ നമ്മളെ റീപ്ലേസ് ചെയ്യാന്ന് വെച്ചപ്പോ അഫ്കോഴ്സ് അതെന്താവും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ AI എത്രത്തോളം വന്നുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അൺഎംപ്ലോയ്മെന്റും കൂടൂലേ? ലൈക്ക് ലിറ്ററലി ഇപ്പം അടുത്തുള്ള റിപ്പോർട്ട് ഉണ്ട് AI 2027. അതിൽ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ്. അതായത് ഫോർത്ത് റെവല്യൂഷനെ കാട്ടി എത്രയോ ലൈക്ക് മാസിലായിരിക്കും നമ്മൾ എംപ്ലോയ്മെന്റ് റേഷ്യോ മാറാം. ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10 കൊല്ലം അല്ലെ 20 കൊല്ലം മുന്നേ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ജോലിയാ, വീഡിയോ എടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാം, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ഒബ്വിയസ്ലി എന്തായിരിക്കും, ഏത് പോസിബിൾ അല്ല. സോ നമുക്കിപ്പോൾ അതൊരു പാറ്റേൺ ഇപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ചിലപ്പോൾ വരുന്ന ജോബ് റോള് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. ചിലപ്പോൾ എന്ത് വൈൽഡ് ആയിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ സിമ്പിൾ ആയതായിരിക്കും, ചിലപ്പോൾ ടഫ് ആയതായിരിക്കും. സോ ഒബ്വിയസ്ലി അതേ കാര്യത്തിലും വല്ല എല്ലാവർക്കും അൺഷ്യൂർഡ് അല്ല. ഇപ്പോ എയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ എന്നും റിസർച്ചും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു ലിമിറ്റേഷൻ അല്ലേ എനെ വെച്ച് നോക്കുമ്പോൾ? യെസ് ലൈക്ക് AI 2027 ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടില്ല, ആ റിപ്പോർട്ട് അനുസരിച്ച് ലൈക്ക് നമുക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഏജൻസിമാർ ലൈക്ക് AI ഏജന്റുമാരെ ഡെവലപ്പ് ചെയ്യും. ലൈക്ക് ദീസ് ഏജൻസ് വുഡ് ബി സോ പവർഫുൾ. അതായത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ലൈക്ക് കോഡ് എഡിറ്റ് ചെയ്യാനും, അവർക്ക് സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്യാനും, അവർക്ക് സ്വന്തം തന്നെ ഇപ്പം എന്തെങ്കിലും മാറ്റണമെങ്കിൽ അവർക്ക് തന്നെ ലൈക്ക് ഏജന്റ് 1 ആണെങ്കിൽ ഏജന്റ് 2 ഉണ്ടാക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറും. സോ ഐ തിങ്ക് ആ ഒരു സ്പേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈക്ക് മനുഷ്യന്മാരെ നീഡ് അത്ര വരില്ല. ഓക്കെ, ഞാൻ റീസെന്റ് കേൾക്കാൻ തുടങ്ങിയ ഒരു ടേംസ് ആണ് AGI ആൻഡ് ASI. ആക്ച്വലി ഇതെന്താ? അതായത് ബേസിക്കലി ASI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. അതായത് ഹ്യൂമൻസിനെ കാട്ടി ഇന്റലിജന്റ് ആയിരിക്കും. മറ്റേന്ന് വെച്ചാൽ AGI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. നമ്മളത്ര ഇന്റലിജന്റ് ആയ രീതിയിലായിരിക്കും AI ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ എന്ത് നോക്കുകയാണെങ്കിലും അതിന് യൂസേഴ്സിനെ കിട്ടാൻ, അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന യൂസേഴ്സിനെ കിട്ടാനായിട്ട് ഒരുപാട് കാലം എടുത്തു. പക്ഷെ ChatGPT സംബന്ധിച്ച് വെറും 2 മാസം കൊണ്ട് ആണ് 100 മില്യൺ യൂസേഴ്സിനെ ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ ആക്സസ്, യൂസർ ആക്സസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ടെലിവിഷൻ അയക്കാനും ഫോൺ അയക്കാനും ഫോണിൽ ലൈക്ക് 50 കൊല്ലെടുത്തിന് മെയിൻ സ്ട്രീമിലേക്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് TV ആണെങ്കിൽ 30 കൊല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ടൂൾസ് ലൈക്ക് ഫേസ്ബുക്ക് 4 കൊല്ലം, ഇൻസ്റ്റാഗ്രാം 2 കൊല്ലം എടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് 4 കൊല്ലം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് വിചാരിക്കും. ലൈക്ക് നിങ്ങൾ എന്തിനും ജോയിൻ ചെയ്യണം, കാരണം അതിൽ വേറെ ആൾക്കാരുണ്ടാവും. ലൈക്ക് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരണം, ഞാൻ ഉണ്ടാക്കുന്നത് അവിടെ ആൾക്കാർ ഉണ്ടാവണ്ടേ, അതിനടുത്തൊരു ടൈം ബീങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ മാത്രം പോരാ, നിങ്ങളെ പ്രൊഡക്റ്റ് മാത്രം നന്നായി കൂടാം. ലൈക്ക് കാർ എന്നുള്ളത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷെ എത്ര ടൈം എടുത്തിന് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ആയിട്ടുള്ള ലൈക്ക് റോഡ്, പെട്രോൾ പമ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ലൈക്ക്
ChatGPT ഇറങ്ങിയ സമയത്ത് വെച്ചാൽ ChatGPTന്റെ യൂസർ ആക്സസ് സിമ്പിൾ ആയിരുന്നു. ഉം. ഫോൺ എല്ലായിടത്തും ഉണ്ട്, മെയിൻ സ്ട്രീം ആയിരുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഉം. പിന്നെ നേരത്തെ എനിക്ക് ChatGPT ഉണ്ടാക്കാനുള്ള കാര്യം, ChatGPT ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ലൈക്ക് AI അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ് എന്നുള്ള റിസർച്ച് പേപ്പർ ഉണ്ടാക്കിന്. ഉം. അതിലാണ് എങ്ങനെ AI വെച്ചിട്ട് നമ്മൾ കണ്ടൻസ് ജനറേറ്റ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ CPU ഉണ്ട് GPU ഉണ്ട് നമ്മൾ ലാപ്പിൽ. ഈ CPU വെച്ചിട്ടാണ് എന്താ AI ലൈക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. CPU വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ ടൈം എന്താ വെച്ച് കഴിഞ്ഞാൽ CPU ഫാസ്റ്റ് ആണ്, പക്ഷെ അറ്റ് എ ടൈം ആ ഒറ്റ ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഉം. നേരെ മറിച്ച് GPU അങ്ങനെയല്ല. GPUക്ക് പാരലൽ ആയിട്ടുള്ള ടാസ്ക് ഒറ്റ ടൈം ഇങ്ങനെ കൊണ്ടുപോകാം. ഉം. അപ്പം ഇങ്ങനത്തെ ഹാർഡ്വെയറിൽ വരുന്ന അഡ്വാൻസ്മെന്റ്സ് അങ്ങനെ. അത് മാത്രം നമ്മൾ 30 കൊല്ലം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ AI ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഡാറ്റാസ്, ട്രെയിനിങ് ഡാറ്റാസ്, അത് എവിടെ നിന്ന് കിട്ടും? ഒബ്വിയസ്ലി ഞാനും നിങ്ങളെല്ലാം എന്താക്കിയ സോഷ്യൽ മീഡിയയിലെല്ലാം കൊടുത്ത ഡാറ്റാസ്. അപ്പം അതും റെഡി. അങ്ങനെ യൂസർ ആക്സസും ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ഡാറ്റ ആക്സസും എല്ലാം റെഡി ആയപ്പം ലൈക്ക് അവിടെ ഒരു ബൂം ഉണ്ടായി. അവിടെ നമുക്ക് പെട്ടെന്ന് എല്ലാവരും ഇന്ന് യൂസ് ആണ്. ഇത് പക്ഷേ നമ്മൾ ഒരിക്കലും VR-ഉം AR-ഉം നേരത്തെ പറഞ്ഞ ലൈക്ക് ബ്ലോക്ക് ചെയിനൊന്നും കിട്ടില്ല. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ആക്സസ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു VR ഉണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഇട്ട് നടക്കൂല, കാരണം നല്ലൊരു അവിടെ സ്ട്രീം വരും. പക്ഷെ ഫോൺ അങ്ങനെയല്ലല്ലോ. സോ അതുകൊണ്ടാണ്. ഡീപ് സീക്ക് എന്ന മോഡൽ ഇറങ്ങിയ സമയത്ത് ChatGPTയും ഡീപ് സീക്കും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാഷ് ആവാനുള്ള റീസൺ? ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇപ്പോഴത്തെ AI കമ്പനീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകെ പ്രോഫിറ്റബിൾ ആയ കമ്പനി ഇല്ലേ, ഏതാണെന്നറിയാം? ഡീപ് സീക്ക്. ബാക്കി ഒരു കമ്പനി പ്രോഫിറ്റബിൾ അല്ല. അതിപ്പോൾ ChatGPT ആയാലും ഗൂഗിളിലെ ജെമിനി ആയാലും ഗൂഗിളിലെ ഡീപ് മൈൻഡ് ആയാലും അല്ലെങ്കിൽ ക്ലോഡ് ആയാലും ഇതൊന്നും പ്രോഫിറ്റബിൾ അല്ല. അതൊന്നും ലൈക്ക് റവന്യൂ വരുന്നില്ല. ആകെ വരുന്നത് ഡീപ് സീക്ക് എന്നാണ്. മെയിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് സീക്ക് നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് iOS പോലെയാണ് ക്ലോസ്ഡ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട് AI മോഡൽസ്. ക്ലോസ്ഡ് ആയിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കോഡ് എന്താണെന്ന്, അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഇതൊന്നും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓപ്പണിലാണെങ്കിൽ നമുക്ക് എന്താക്കാം, സ്വന്തമായിട്ട് തന്നെ നമ്മളെ മോഡൽ ലൈക്ക് അതിൻ്റെ കോഡ് കിട്ടി അപ്പോൾ നമുക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം ലോക്കലി. അപ്പോൾ ഇത്ര കാലം ലൈക്ക് ChatGPTയും ക്ലോഡും ആകെ 2 മോഡൽസ് ആ സമയത്ത് ബെറ്റർ ആയിട്ട് ഉണ്ടായിട്ടില്ല. ഈ 2 മോഡൽസിലേക്ക് എന്തെങ്കിലും ക്ലോസ്ഡ് സോഴ്സ് അതിന് ഓരെങ്ങനെ ഉണ്ടാക്കിയെന്നും നമുക്കിപ്പോൾ AI യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പേ കൊണ്ടുള്ളില്ല, ഇത്ര സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും രീതിയിലേ. ആ സമയത്ത് എന്താ ഡീപ് സീക്ക് എന്താക്കി ഇറങ്ങിയിട്ട് വന്നു, ഇങ്ങനെയാണ് AI ഇല്ലേ, നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലോക്കലി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തോ, ഇങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഇവരെ രണ്ടാള് ലൈക്ക് ChatGPTന്റെ ഒരു 1/10 പ്രൈസിലാണ് എന്താ ഡീപ് സീക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഓരെന്താ പ്രോഫിറ്റബിൾ ആണ്. അത് മാത്രമല്ല, ലൈക്ക് നമ്മളിപ്പോൾ സ്കോറിങ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 93% ആണ് റീസണിങ് ആ ഒരു റേഷ്യോയിലും. മറ്റേതും I think 95, only 2% വ്യത്യാസം മാത്രമേ ഇല്ലൂ ലൈക്ക് പവേഴ്സ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു ടൈം ഫ്രെയിമിൽ ലൈക്ക് ഒബ്വിയസ്ലി ലൈക്ക് ഡീപ് സീക്ക് ലൈക്ക് ചൈനീസ് കമ്പനീസ് ലൈക്ക് ചൈനീസ് AI കമ്പനി ഇപ്പോൾ ലൈക്ക് 21% ആണ് ലൈക്ക് AI മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തത്. ആ സമയത്ത് മൊത്തം ലൈക്ക് ChatGPT, ക്ലോഡ് ഇങ്ങനത്തെ 2 മോഡൽസിൻ്റെ ഒപ്പം അപ്പോഴൊരു ഒരു പുതിയൊരു കോമ്പറ്റീറ്റർ വന്നിട്ട് പറഞ്ഞ് ഇത് സിമ്പിളായി ചെയ്യാം, ചീപ്പായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇമ്പാക്ട്, നല്ല എക്കോണമി അങ്ങനെ തന്നെ എഫക്റ്റ് ആവുന്ന രീതിയാണ്. സോ അതായിരുന്നു അവിടെ. നമുക്ക് ChatGPT ഉണ്ട്, അതേപോലെ ഡീപ് സീക്ക് ഉണ്ട്. ഇത്ര ചീപ്പായിട്ട് ഡീപ് സീക്ക് ഇത്രയും എന്താ പറയാ ഫെസിലിറ്റീസ് സർവീസസ് തരുമ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് ഗ്രോക്ക് വരുന്നത്. അപ്പം അവിടെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടോ? ലൈക്ക് ഗ്രോക്ക് നല്ലൊരു USP ഉണ്ട്. ഗ്രോക്ക് എലൺ മസ്കിൻ്റെ ആണ്. എലൺ മസ്കിൻ്റെ തന്നെയാണ് എന്ത് ലൈക്ക് എലൺ മസ്കിന് സ്വന്തമായിട്ട് സ്റ്റാർലിങ്ക് ഉണ്ട്, ലൈക്ക് ടെസ്ല ഉണ്ട്, പിന്നെ എക്സും ട്വിറ്റർ. ഗ്രോക്കിൻ്റെ ഒരു മെയിൻ USP ലൈക്ക് എനിക്ക് ഞാൻ കണ്ടെത്തോളം എന്താണ്, ഗ്രോക്ക് ട്വിറ്ററായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇപ്പം നമുക്ക് റീസിലുണ്ട് എന്ത് ന്യൂസ് അയക്കാനാലും നമുക്ക് ഫസ്റ്റ് അവിടെ കിട്ടാം ട്വിറ്ററാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന മീഡിയം. അപ്പോൾ ഗ്രോക്കിൻ്റെ ഒരു മെയിൻ USP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒപ്പീനിയൻ കിട്ടണം. ഇപ്പോൾ നിങ്ങൾക്കും ഇപ്പം ഗ്രോക്കിൻ്റെ ഒരു ലൈക്ക് ഒരു ഫണ്ണി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഗ്രോക്കിൽ ചോദിച്ചു വിചാരിക്കും ഈ ലോകത്ത് ഏറ്റവും ലൈക്ക് ഹേറ്റ്ഫുൾ പേഴ്സണാ അങ്ങനത്തെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയാമെന്ന് അറിയാം? എലൺ മസ്കിനെ പറയാം. ലൈക്ക് സ്വന്തം ലൈക്ക് സിഇഒനെ തന്നെയാണ് അതിന് കുറ്റം പറയാം. ലൈക്ക് ഗ്രോക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ട്വിറ്ററിലെ ഡാറ്റാസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ട്വിറ്ററിലെ ആൾക്കാർ എന്താണ് ഒപ്പീനിയൻ പറയുന്നത്, ലൈക്ക് ട്വിറ്ററിൽ എന്താ ട്രെൻഡിങ് ആയില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും ലൈക്ക് ഗ്രോക്ക് കുറച്ചുകൂടി എന്താക്കാം ഒരു സുപ്പീരിയർ റേറ്റിലുള്ളത്. നമ്മളിപ്പോൾ ChatGPT നോക്കുന്നുണ്ട്, ChatGPTക്ക് മെമ്മറിയാണ് ഒരു സുപ്പീരിയർ റേറ്റില്ല. ഒരു ഗ്രോക്കിനുള്ള ഒരു
superior USP ആണ് എന്ത് Twitter. ട്വിറ്റർ. സോ ആ ട്വിറ്ററിൽ ലൈക്ക് അതൊരു വലിയൊരു USP തന്നെയാണ്. സേ ഇപ്പോൾ പെട്ടെന്നില്ല ന്യൂസ് പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ ലൈക്ക് ഫാസ്റ്റ് കം ഫാസ്റ്റ് സെർവ് എന്ന് പറയുമല്ലോ. ഉം. സോ ആ ഒരു USP വെച്ചിട്ടാണ് ഗ്രോക്ക് ഇപ്പോൾ മാർക്കറ്റിൽ. അത് മാത്രമല്ല ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഗ്രോക്കിന്റെ മോഡൽസ് എല്ലാം ഫാസ്റ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല ഗ്രോക്കിന് പറയുന്നുണ്ട് ഇപ്പം അടുത്തൊരു 2 മോഡൽസ് ഇറക്കിയിട്ടുണ്ട്. സേ ഒരു ആനിമയും ഒരു പെറ്റിന്റെ ഉം. ലൈക്ക് അത് ലൈക്ക് ഒരു അഡാപ്ഷൻ പോലെയാണ് യൂത്തിനോട് ജെൻസിനോടും ഇല്ല. കാരണം ഇപ്പോൾ സേ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം നോക്കിയാൽ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഇപ്പം AI ഫാസ്റ്റ് മൂവി ഫോർവേഡ് ആണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ChatGPT വരെ സേ അവർക്ക് ആകെ 3 അക്കൗണ്ടേ ഇല്ല. OpenAI, ChatGPT ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഉം. OpenAI അക്കാഡമി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടെന്നോ ഒരു പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ മാർക്കറ്റ് ലൈക്ക് ഓരോ ഫോക്കസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഉം. എനിക്ക് കാണുന്നത് സേ എൻ്റെ മെയിൻ റീസൺ ഒന്നായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ എനിക്ക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യത്തെ ലൈക്ക് നെറ്റ് ഇല്ല. ലൈക്ക് 1 GB 19-20 റുപ്പീസ് കൊണ്ട് നമുക്ക് 1 GB കിട്ടുന്നില്ല. ജിയോ ഉണ്ടെന്ന റെവല്യൂഷൻ ഉം. നല്ലോണം നമ്മളെ ലൈക്ക് യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിലായിക്കഴിഞ്ഞാലും അവിടെ അതിന് ശേഷം നമ്മൾ ഓൺലൈനിലേക്ക് ആകുന്ന ടൈം കൂടി. ആദ്യം 1 GB നല്ല റേറ്റ് ആയിരുന്നു. പക്ഷേ ജിയോ വന്നിട്ട് അത് 21 റുപ്പീസിന് കൊടുത്തു. ഉം. അത് കൊടുത്തപ്പോൾ എന്തായി ലൈക്ക് ആൾക്കാർ ലൈക്ക് മൊബൈൽ ഫോൺസും ടെക്കിലേക്ക് നല്ലോണം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം തന്നെ നോക്കിക്കാൻ ഐ തിങ്ക് അറൗണ്ട് 21st ട്രാൻസാക്ഷൻസ് മൊത്തം എനിക്കറിയില്ല എക്സാക്ട് പെർസെൻറ്റേജ് അറിയില്ല. എന്തായാലും അറൗണ്ട് 70-20 ഉണ്ടെന്ന് തോന്നുന്നു. ട്രാൻസാക്ഷൻസ് വരെ ഇപ്പോൾ UPIയിലാണ്. ഉം. സോ അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഇങ്ങനത്തെ ഒരു രാജ്യമാണെങ്കിൽ പോലും ടെക്കിലെ നല്ലോണം അഡ്വാൻസ്മെന്റും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഉം. ഇത് കണ്ടിട്ടായിരിക്കണം എന്താകേണ്ടത് സേ OpenAI പോലത്തെ ഒരു കമ്പനി ഇന്ത്യൻ ഒരു മാർക്കറ്റ് ലൈക്ക് അക്കാഡമി തന്നെ തുടങ്ങാൻ വേണ്ടി കാരണം ലൈക്ക് OpenAI അക്കാഡമി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ലൈക്ക് ഇന്ത്യയിൽ 5 സ്റ്റേറ്റിലായിട്ട് ഉണ്ട്. ലൈക്ക് ഈ ഡൽഹി അങ്ങനെ ഹിന്ദിയിലും കന്നഡയിലും കുറച്ച് റീജിയണൽ ലാംഗ്വേജസിലേക്ക് കൊണ്ടുവരുന്നത്. ഉം. കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ ലൈക്ക് ഓൾറെഡി ലൈക്ക് അവിടെ ഒരു AI മോഡൽസിന് ഓൾറെഡി റേസ് ആണ്. ഉം. അപ്പോൾ ഐ തിങ്ക് ഗ്രോക്കിന് അതിൻ്റെതായ ഒരു USP ഉണ്ടായത് തന്നെ മാർക്കറ്റ് എന്തായാലും അത് പിടിച്ചു നിർത്തും. പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ യൂസ് ഓഫ് ആക്സസ് ഉം. അത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഫോണിൽ സേ ഇപ്പോൾ ലൈക്ക് AI നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ വേറൊരു ഡിവൈസും ആണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്താക്കണം നിങ്ങൾ ആ യൂസ് ചെയ്യൽ കുറവായിരിക്കും. ഉം. പക്ഷെ നിങ്ങൾ ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ ചെയ്യും. ഉം. ഇപ്പോൾ ഗ്രോക്കിനായിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പറയുമ്പോൾ അവിടെ കൊണ്ട് ആൾക്കാർ കുറയും. ഉം. പക്ഷെ ഗ്രോക്ക് നമുക്ക് എക്സലിൽ തന്നെ യൂസ് ചെയ്യാം. ഉം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്. So this is Krishnendu and this is നാസിൽ signing off from DefPod and see you in another episode. Bye. Bye.